മാസം ആരംഭമാണല്ലോ. ഇപ്പൊ തൃശ്ശൂർ വടക്കുനാഥ ക്ഷേത്രത്തിൽ പ്രസിദ്ധമായ ആനയൂട്ട് ഇന്നാണ്. ആ ചടങ്ങുകളൊക്കെ തുടങ്ങിയിട്ടുള്ളത് മനസ്സിലാകുന്നു. പ്രശസ്തരായ കൊമ്പന്മാരും ആയിരക്കണക്കിന് ആനപ്രേമികളും ഒക്കെ ചടങ്ങിലുണ്ട്. 50-ലധികം ആനകളാണ് ആനയൂട്ടിൽ ഇക്കുറി പങ്കെടുക്കുന്നത്. ലെവിൻ കെ വിജയൻ വിവരങ്ങളുമായിട്ടുണ്ട്. ലെവിനെ, ചടങ്ങൊക്കെ തുടങ്ങിയെന്ന് തോന്നുന്നു അല്ലേ? സേതു, പതിറ്റാണ്ടുകളായി നടക്കുന്ന വടക്കുംനാഥ ക്ഷേത്രത്തിൽ രാമായണ മാസം 1-ാം തീയതി നടത്തുന്ന പ്രസിദ്ധമായ ആനയൂട്ടിന് അല്പസമയത്തിനകം തന്നെ തുടക്കമാകും. ആനയൂട്ടിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ പൂർത്തീകരിച്ചിരുന്നു. വലിയ ആനകളുടെ ഒരു വലിയ സംഘമാണ്, 55-ൽ പരം ആനകളാണ് ആനയൂട്ടിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വലിയ ആൾക്കൂട്ടം, ആനപ്രേമികളായിട്ടുള്ള ഒരുപാട് ആളുകൾ ആനയൂട്ടിൽ പങ്കെടുക്കുന്നതിനും മറ്റുമായി ഇവിടെയുണ്ട്. കനത്ത മഴയാണ് തൃശ്ശൂരിൽ രാവിലെ. പക്ഷേ ഈ മഴയെ അവഗണിച്ചുകൊണ്ടും നിരവധിയായിട്ടുള്ള ആനപ്രേമികളും ഭക്തജനങ്ങളും ഒക്കെ ഈ ആനയൂട്ടിന്റെ ഭാഗമായി പങ്കെടുക്കാൻ അക്ഷമരായി കാത്തു നിൽക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ആനയൂട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കും. മന്ത്രിമാരടക്കമുള്ള പ്രമുഖർ ഈ ആനയൂട്ടിൽ പങ്കാളികളാകുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മന്ത്രി രമേശ് ചെന്നിത്തല, അതോടൊപ്പം തന്നെ മന്ത്രി ബിന്ദു അടക്കമുള്ള ആളുകൾ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഒരുപക്ഷെ ആനയൂട്ടിൽ പങ്കെടുത്തേക്കും എന്നതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലാണ് ഈ ആനയൂട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. വടക്കുംനാഥ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു വിശേഷ ദിവസം കൂടിയാണ് രാമായണ മാസം 1 എന്നുള്ളത്. ഈ ആനയൂട്ടിൽ നടക്കുന്ന ദിവസങ്ങളൊക്കെ ഒട്ടേറെ പ്രശസ്തരായ ആനകളാണ് ഈ ആനകൂട്ടിൽ പങ്കെടുക്കുന്നത്. തിരുവമ്പാടി ലക്ഷ്മിക്കുട്ടി എന്ന പിടിയാനയ്ക്ക് ആദ്യമായി ആനയൂട്ടിന്റെ ഭാഗമായിട്ടുള്ള ഭക്ഷണം നൽകിക്കൊണ്ട്, അതായത് പഴങ്ങളും ഫലങ്ങളും ധാന്യങ്ങളും കരിമ്പടക്കമുള്ള പ്രധാനമായപ്പെട്ട വിഭവങ്ങളും ഒക്കെ നൽകിക്കൊണ്ടാണ് ആനയൂട്ടിന് തുടക്കം കുറിക്കുക. ആപ്പിൾ, മുന്തിരി, കരിമ്പ്, റോബസ്റ്റ, ചെറുപഴം, തണ്ണിമത്തൻ, കക്കരിക്ക തുടങ്ങിയ വിഭവസമൃദ്ധമായ വിഭവങ്ങളാണ് ആനയൂട്ടിനായി ഒരുക്കിയിട്ടുള്ളത്. ഓരോ ആനയ്ക്കും 500 കിലോയോളം പഴങ്ങളാണ് ആനയൂട്ടിന്റെ ഭാഗമായി തയ്യാറാക്കിയിരിക്കുന്ന. 500 കിലോയോളം അരിയും ചോറും നൽകും. ഒരു ആനയ്ക്ക് 10 ഉരുള വീതമൊക്കെ നൽകിക്കൊണ്ടാണ് ഈ തുടക്കം കുറിക്കുക. പുതുപ്പള്ളി കേശവൻ, എറണാകുളം ശിവകുമാർ, പുതുപ്പള്ളി സാധു, ഊക്കൻസ് കുഞ്ചു, പാറമേക്കാവ് കാശിനാഥൻ, കുട്ടംകുളങ്ങര അർജുനൻ, ബാസ്റ്റിൻ വിനയസുന്ദരൻ, കൊമ്പന്മാരുടെ പട്ടിക അങ്ങനെ നീണ്ടു പോവുകയാണ്. ഇതിനോടകം തന്നെ എല്ലാ കൊമ്പന്മാരും ഇതിനോടകം തയ്യാറെടുത്ത് കഴിഞ്ഞു. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എന്നാണ് കരുതുന്നത്. ആനകൾക്ക് നൽകുന്നതിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണ വിഭവങ്ങളൊക്കെ ഓരോ ആനകളുടെ അടുത്തേക്കും എത്തിച്ചിട്ടുണ്ട്. അതനുസരിച്ച് കൊണ്ടുള്ള വിഭവങ്ങൾ ഇവിടെ കൊടുക്കുന്നതിന്, ആനകൾക്ക് നൽകുന്നതിനായുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മഴയത്തും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക. ഏതായാലും വടക്കുംനാഥ ക്ഷേത്രത്തിൽ ആനയൂട്ട് പുരോഗമിക്കുന്നു.